അല്ല, ഞാൻ തീർച്ചയായിട്ടും നമ്മൾ പൊതുവെ പണ്ട് മുതലേ ഹർത്താലുകൾ, സമരങ്ങൾ ഇതിനോടൊന്നും പൊതുവെ യോജിക്കുന്ന ഒരാളല്ല ഞാൻ. ഇപ്പോഴൊന്നുമല്ല, പണ്ട് മുതലേ തന്നെ. പക്ഷെ നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ളൊരു പരിഹാര മാർഗം ഉണ്ടാവും. നമ്മുടെ ഇപ്പം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉന്നയിക്കുന്ന വിഷയം വളരെ സത്യമാണ്. ഒരുപാട് നിർമ്മാതാക്കളും ഒരുപാട് ഇൻവെസ്റ്റേഴ്സും മലയാള സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തും പ്രൊഡ്യൂസ് ചെയ്തിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ പെട്ട് കിടപ്പുണ്ട്. പക്ഷെ അതിന്റെ കാരണം താരങ്ങൾ മാത്രമാണെന്ന് പറയുന്ന വാദത്തോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ ഇപ്പം ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറയുകയാണെ. ഇപ്പൊ ബിഗ് ബ്രദർ എന്ന് പറയുന്ന ഒരു സിനിമ പ്രത്യക്ഷത്തിലെത്ത തിയേറ്ററിൽ വലിയ രീതിയിൽ പരാജയപ്പെട്ട സിനിമയാണ്. പക്ഷെ അതിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടായിരുന്നത് കൊണ്ട് ആ സിനിമയ്ക്ക് ഏതാണ്ട് 20 കോടി രൂപയോളം റിട്ടേൺ അന്ന് ഉണ്ടായിരുന്നു. കാര്യം എനിക്ക് അന്നറിയാം, അതിന്റെ ഒരു നിർമ്മാതാക്കൾ ഒരാൾ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അതായത് തിയേറ്ററിൽ പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു സിനിമയ്ക്ക് 20 കോടി രൂപയോളം റിട്ടേൺ ലഭിക്കാനുണ്ടായ കാരണം സാറ്റലൈറ്റ് വാല്യൂ, അന്നത്തെ സാറ്റലൈറ്റ് വാല്യൂ, അന്നത്തെ OTT വാല്യൂ, ഓവർസീസ് വാല്യൂ എല്ലാം കൂടെ ചേർത്തിട്ട് കിട്ടി 20 കോടിയോളം രൂപയുണ്ട്. അപ്പൊ അത് കിട്ടാൻ കാരണക്കാരനായ മോഹൻലാൽ എന്ന് പറയുന്ന നടന് അയാൾക്ക് ഇത്ര രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ഇതിനകത്തൊരു പ്രാക്ടിക്കൽ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു നടനെ ഇപ്പൊ നമുക്ക് രണ്ട് ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ നടനെ വെച്ച് സിനിമ എടുക്കണ്ട. ഇനി നിങ്ങൾക്ക് ആ നടനെ വെച്ച് സിനിമ എടുക്കണമെങ്കിൽ ആ നടന് അയാൾ അർഹിക്കുന്ന ഒരു മൂല്യമുണ്ട്. ചിലപ്പോൾ അയാൾ പറയുന്ന മൂല്യമൊന്നും ആയിരിക്കത്തില്ല, അയാൾ അർഹിക്കുന്ന ഒരു മൂല്യമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു നടൻ, അയാൾ കഴിഞ്ഞ 5 സിനിമകൾ എടുത്തു നോക്കിയാൽ ഒട്ടുമിക്ക സിനിമകളും തിയേറ്ററിക്കലി ഹിറ്റാണ്. അപ്പൊ ആദ്യത്തെ 3 ദിവസത്തെ കളക്ഷൻ ഏതൊരു ആക്ടറുടെയും ഇൻപുട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ 3 ദിവസത്തെ കളക്ഷൻ മാത്രമാണ്. 4ാമത്തെ 5ാമത്തെ ദിവസം തൊട്ട് സിനിമയ്ക്ക് കളക്ഷൻ കിട്ടുന്നത് അത് സിനിമയുടെ വിജയമാണ്, ടോട്ടാലിറ്റിയുടെ വിജയമാണ്. പക്ഷെ ആദ്യത്തെ 3 ദിവസം ഒരു സിനിമയ്ക്ക് കളക്ഷൻ ഉണ്ടാക്കാനുള്ള ശേഷി എന്ന് പറയുന്നത് അതിലെ മെയിൻ ലീഡ് ചെയ്യുന്ന ഒരു ആക്ടർ, അയാൾ തിയേറ്ററിലേക്ക് പുള്ള് ചെയ്യുന്ന ആൾക്കാരാണ്. ആ 3 ദിവസത്തെ കളക്ഷൻ എടുക്കുക, ആ കളക്ഷൻ എത്ര രൂപയുണ്ടെന്ന് നോക്കുക. അതുപോലെ അയാളിലൂടെ സാറ്റലൈറ്റിൽ എത്ര രൂപ വിൽക്കും. ഇന്നിപ്പോ സാറ്റലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ, സാറ്റലൈറ്റ് ഒക്കെ 0 ആണ്. OTT ഓൾമോസ്റ്റ് ഒരു സിനിമകളും കച്ചവടം നടക്കുന്നില്ല. അതുകൊണ്ടാണ് നിർമ്മാതാക്കൾ ഈ ഇഷ്യൂ ഉന്നയിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഒരു നടനെ വെച്ചിട്ട് സിനിമ ചെയ്യുമ്പോൾ ആ നടനെ കൊണ്ട് തിരിച്ചു കിട്ടുന്ന റിട്ടേൺ എത്ര ഉണ്ടെന്ന് നോക്കുക. അതിന്റെ ഒരു 5-1 അയാൾക്ക് കൊടുക്കുക, 5-1 കൊടുക്കുക. അതായത് ഒരു സിനിമയ്ക്ക് ഒരു പർട്ടിക്കുലർ നടൻ അഭിനയിച്ചു കഴിഞ്ഞാൽ മിനിമം 5 കോടി രൂപ കിട്ടുമെങ്കിൽ 1 കോടി രൂപ അയാൾക്ക് കൊടുക്കുക. അതിനുശേഷം ആ സിനിമ ലാഭത്തിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ തിയേറ്റർ ഷെയറോ മറ്റ് ബിസിനസിന്റെ ഷെയറോ അയാൾക്ക് കൊടുത്തുകൊണ്ട് സംസാരിക്കുക. അപ്പൊ ഇത്തരത്തിൽ സൊല്യൂഷനാണ് വേണ്ടത്. ഇപ്പൊ കാടടച്ച് വെടിവെച്ച് ഒരു വലിയ ഇഷ്യൂ ഉണ്ടാക്കി പ്രൊഡ്യൂസേഴ്സും അപ്പം ഈ പ്രൊഡ്യൂസേഴ്സ് ആരും സിനിമ ചെയ്യുന്നില്ല, അതുകൊണ്ട് അവരെ തള്ളിക്കളഞ്ഞേക്കാം എന്നുള്ള വാദത്തിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പ്രാക്ടിക്കലി ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ടത് സൊല്യൂഷനാണ്. സൊല്യൂഷൻ കൊടുക്കുക. അത് ആര് പറഞ്ഞാലും സൊല്യൂഷൻ കൊടുക്കുക. എന്ത് പ്രശ്നങ്ങൾക്കും നിങ്ങൾക്കും സൊല്യൂഷൻ വെക്കാമല്ലോ. നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡയറക്റ്റായിട്ടുള്ള ജീവിതമാർഗം പറഞ്ഞപ്പോ സിനിമയൊക്കെ തന്നെയല്ലേ, സിനിമയും സിനിമാക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെ നിങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സൊല്യൂഷൻ വെക്കാം. ഈ മേഖല ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ എന്താണ് നമുക്ക് മുന്നിലേക്ക് മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഓൺലൈൻ മീഡിയാസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു നല്ല മാർഗനിർദ്ദേശം തയ്യാറാക്കാം. അതേ കണക്ക് സംവിധായകർക്ക് തയ്യാറാക്കാം, നടന്മാർക്ക് തയ്യാറാക്കാം, പ്രൊഡ്യൂസേഴ്സിന് തയ്യാറാക്കാം. അല്ലാതെ ഇപ്പൊ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നു, ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് പോസ്റ്റ് ഒട്ടിക്കുന്നവർ തൊട്ട്, അതായത് സിനിമ ഇറങ്ങുന്നതിന് ശേഷം, ഞാൻ മുന്നത്തെ കാര്യമല്ല പറഞ്ഞത്, സിനിമ ഇറങ്ങുമ്പോൾ ഒരു തിയേറ്ററിൽ പോസ്റ്റ് ഒട്ടിക്കുന്നവൻ, ആ സിനിമയ്ക്ക് വേണ്ടി ഫ്ലെക്സ് വെക്കുന്നവൻ തൊട്ട് ആ ഒരു തിയേറ്ററിൽ ബിസിനസ് നടക്കുമ്പോൾ അതിന്റെ തൊട്ടപ്പുറത്ത് നടത്തുന്ന ഒരു ചായക്കച്ചവടക്കാരൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ആ സിനിമ വലിയ വിജയമായി മാറുന്നതനുസരിച്ച് ആ തിയേറ്ററിന് ചുറ്റുമുള്ള ആൾക്കാർക്ക് ബിസിനസ് കിട്ടുന്നുണ്ട്. ഒരു ഓട്ടോറിക്ഷക്കാരന് ചിലപ്പോൾ അധികം ഒരു ഓട്ടം കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരു മേഖലയിൽ നമ്മൾ സമരം കാണിച്ച് സ്തംഭിപ്പിച്ചു പോവുക എന്നുള്ളതല്ല, വളരെ പ്രായോഗികമായി എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് നമ്മൾ തിരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. അതാണ് എനിക്ക് പേഴ്സണലി ഈ വിഷയത്തിൽ പറയാം. അങ്ങനെ ലോകത്ത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നില്ല. ഞാനത് കേട്ടിട്ടില്ല. അല്ല, അത് എമ്പുരാൻ എന്ന് പറയുന്നത് ഒരു വലിയ സിനിമ ആയതുകൊണ്ടും ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് മലയാളത്തിലെ ലാലേട്ടൻ അല്ലെങ്കിൽ അതിന്റെ നിർമ്മാതാവ് അതിന്റെ സംവിധായകൻ പൃഥ്വിരാജ് സ്വാഭാവികമായിട്ടും അവരൊരു അമ്മ സംഘടന, അതായത് അമ്മയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ ഒരു സിനിമ എന്ന നിലയിൽ ഒരുപക്ഷെ അമ്മ സംഘടന എന്തെങ്കിലും ഇവരുമായി രമ്യതയിലെത്തും. പിന്നെ ഇതിനകത്തൊക്കെ കുറെ ഈഗോ പ്രശ്നങ്ങളൊക്കെയാണെന്ന്, കുറേയൊക്കെ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കസേരയ്ക്ക് അപ്പുറം ഇപ്പുറം സംസാരിച്ചാൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഞാൻ ഇതിനൊക്കെ വളരെ ചെറിയ ഭാഗമായിട്ടുള്ള ഒരാൾ മാത്രമാണ്. നമ്മൾ ഒരു പൗരന്റെ നിർദ്ദേശം പോലെ പറയുന്നു. പിന്നെ സിനിമ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ ആർക്കെങ്കിലും ആവശ്യമുള്ള സാധനമാണ്. നമുക്കാർക്കും ആവശ്യമുള്ള സാധനമൊന്നും അല്ല സിനിമ. സ്വാഭാവികമായിട്ടും അത്രയ്ക്കുള്ള പ്രാധാന്യമേ സിനിമയ്ക്കുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് സമൂഹത്തോട് സംവദിക്കുമ്പോഴും ഇപ്പൊ നാട്ടിൽ ജനങ്ങളെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇന്നിപ്പോ നോക്കൂ, നമ്മളെ കേരള ടീം രഞ്ജിയിൽ കയറിയിരിക്കുന്നു.
വളരെ മികച്ച മത്സരം കാഴ്ചവെച്ചിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ കേരളം രഞ്ജിക്കുന്നു. പക്ഷെ പലരും അത് അത്ര ആഘോഷിക്കുന്നില്ല. അതേപോലെ ഇന്നിപ്പോ ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞ് 7 ലക്ഷം കോടി രൂപയുടെ ലോസ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. എത്രയോ മനുഷ്യർക്ക് നിത്യ വരുമാനമില്ലാതെ മനുഷ്യരുടെ കഷ്ടപ്പെടുന്നു. അപ്പൊ നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിൽ സിനിമാ മേഖലയിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ഒരു വലിയ പ്രശ്നമായിട്ട് ജനത്തിന്റെ മുന്നിലേക്ക് അഡ്രസ് ചെയ്യുമ്പോൾ ജനം പുച്ഛിക്കും. അവൻ അവന്റെ അന്നത്തെ കാര്യം നോക്കി ജീവിക്കണം. പിന്നെ ഞാൻ വളരെ പ്രാക്ടിക്കലി നിങ്ങളടുത്ത് ചോദിച്ചോട്ടെ, ആരാണ് സിനിമ കാണാൻ പോകുന്നത്? ഒരു മാസം 25,000 രൂപ മുതൽ 30,000 രൂപ വരുമാനമുള്ള ഒരു കുടുംബസ്ഥന്റെ അവസ്ഥ നിങ്ങൾ എടുത്തു നോക്കൂ. അയാളെ സംബന്ധിച്ച് അയാളുടെ വീടിന്റെ ലോണും അടച്ച്, അയാൾക്ക് വണ്ടിയുടെ ലോണും അടച്ചു കഴിഞ്ഞാൽ മാസം ജീവിക്കാനുള്ള പൈസ പോലും ഇന്ന് ഒരു 25,000 രൂപ മുതൽ 30,000 രൂപ വരെ കിട്ടുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പോലും ലഭിക്കുന്നില്ല. അന്നേരം ഇവൻ അവന്റെ സമയം കണ്ടെത്തി അവൻ വണ്ടി ഓടിച്ച് അവൻ തിയേറ്ററിൽ പോയിട്ട് അവന്റെ ഫാമിലിയുമായിട്ട് പോയിട്ട് ഒരാഴ്ചയിൽ 1000 രൂപ കളയണമെങ്കിൽ അവന്റെ മുന്നിലേക്ക് മികച്ച പ്രോഡക്റ്റ് എത്തണം. അതൊരു പ്രശ്നമാണ്. അതൊക്കെ കൊണ്ടാണ് ഇന്ന് ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നത്. അതേസമയം സമയം കിട്ടുന്നത് ആർക്കാ? കുട്ടികൾക്കാണ്. അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ 20-25 വയസ്സിനിടയിലുള്ള അവിവാഹിതരായിട്ടുള്ള ആൾക്കാർക്കാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന വരുമാനം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഞാനൊക്കെ എങ്ങനെയായിരുന്നു? ഞാനൊക്കെ എന്റെ 20ാമത്തെ വയസ്സിൽ എനിക്ക് ജോലി കിട്ടി. പക്ഷെ എനിക്ക് കിട്ടുന്ന 20,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. നമ്മൾ ആ 20,000 രൂപ ആ മാസം തീർക്കും. പക്ഷെ ഇന്നങ്ങനല്ലല്ലോ. ഇന്ന് നമുക്ക് ഭാര്യയുടെ കാര്യങ്ങൾ നോക്കണം, മക്കളുടെ കാര്യങ്ങൾ നോക്കണം, അച്ഛന്റെ കാര്യം നോക്കണം. അപ്പം ഉത്തരവാദിത്തങ്ങൾ കൂടുന്നതനുസരിച്ച് ചെലവുകൾ ചുരുക്കേണ്ടി വരും. അപ്പം വളരെ ചുരുങ്ങിയ വിഭാഗം ആൾക്കാർക്ക് മാത്രമേ തിയേറ്ററിലേക്ക് എത്താൻ പറ്റൂ. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ വയലൻസ് കൂടിയ സിനിമകളൊക്കെ തിയേറ്ററിൽ സക്സസ് ആവുന്നതിന്റെ കാരണം എന്താ? കുട്ടികളെ അട്രാക്ട് ചെയ്യിക്കുന്നു. ഇതൊക്കെകൊണ്ടാണ് കാരണം. ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ഇപ്പൊ തിയേറ്ററിൽ പരാജയപ്പെട്ട പടങ്ങളെ പരിഹസിക്കുന്നു. ഇപ്പൊ ധ്യാൻ ശ്രീനിവാസന്റെ പടങ്ങൾ പരാജയപ്പെടുന്നു, പൊട്ടുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ സംസാരിക്കുന്നത്. അത് നിങ്ങളെ ആരാണ് തീരുമാനിച്ച് ഉറപ്പിച്ചേക്കുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും, തിയേറ്റർ ഇതിൽ പരാജയമാണ്. ആ സിനിമ പരാജയമെന്ന് പറയണമെങ്കിൽ അത് കാണുന്ന ഒരാൾ TV കണ്ടാലും ആ സിനിമ വിജയമാണ്. വന്ദനം സിനിമ പരാജയപ്പെട്ടതല്ലേ? അക്കരെ പരാജയപ്പെട്ടതല്ലേ? മിഥുനം പരാജയപ്പെട്ടതല്ലേ? അങ്ങനെ എത്രയോ മികച്ച സിനിമകൾ. വെട്ടം ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ TV കാണുന്ന സിനിമയാണ്. തിയേറ്ററിൽ പരാജയപ്പെട്ട പടമല്ലേ? പക്ഷെ അത് പരാജയം നമുക്ക് പറയാൻ പറ്റും. പപ്പറായസാറിന്റെ ഒട്ടുമിക്ക സിനിമകളും തിയേറ്ററിൽ പരാജയമല്ലേ? അപ്പൊ സിനിമ പ്ലാറ്റ്ഫോമുകൾ മാറുന്നു. തിയേറ്ററിൽ കാണുന്ന ആൾക്കാരുണ്ട്, അവർക്ക് സമയം കിട്ടുന്നില്ല. ഫാമിലിക്ക് എല്ലാവരും കൂടെ പോയി ചിലപ്പോൾ എല്ലാ പടം കാണാൻ പറ്റത്തില്ല. പകരം കുട്ടികൾ പോയിട്ട് വേറെ പടം കാണും. അതുകൊണ്ട് അത് മികച്ച സിനിമയാവും. തിയേറ്ററിൽ ഓടിയെന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ മികച്ചതാവും. അപ്പം നല്ലതും മോശമൊക്കെ തീരുമാനിക്കുന്നത് അതാണ്. നത്തിങ് ഈസ് ഗുഡ് ഓർ ബാഡ്, തിങ്കിങ് മേക്സ് എന്നൊരു ചൊല്ലുണ്ട്. നമ്മുടെ ചിന്തകളാണ് ശരികളെയും തെറ്റിനെയൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഉടക്കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറയുന്നത് കേട്ടാണ്. ഇപ്പൊ ജയപരാജയങ്ങളൊക്കെ ആപേക്ഷികമാണ്, മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ ചൂടപ്പം പോലെ കുറെ പടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിന് പിന്നിലുള്ള കാരണം ഇന്നലത്തെ ഉന്നയിച്ചാൽ കമന്റ് ബോക്സിൽ പറഞ്ഞ കാരണം കള്ളപ്പണം വെളുപ്പിക്കുക എന്നുള്ളതാണ്. ആ ആംഗിൾ ചോദിച്ചു ജാൻസിനോട്. കള്ളപ്പണം വെളുപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അപ്പൊ അവരോട് ചോദിക്കണം എങ്ങനെയാ കള്ളപ്പണം വെളുപ്പിക്കുന്നത്. സിനിമ അല്ല ചോദിക്കണം, ഉടനെ നമുക്കറിയാൻ പറ്റും. കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സിനിമ എടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് സിനിമയിലൂടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതെന്ന് അവൻ ആദ്യം ഒരു വീഡിയോ ചെയ്യാൻ പറ. ഞാൻ നിങ്ങളെ എതിർക്കാൻ വേണ്ടി പറഞ്ഞല്ല. നമ്മൾ ഒരാളെ മുഖത്ത് നോക്കിയിട്ട് ഈ രാജ്യത്ത് കുറ്റകരമാകുന്ന ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കുക, ഹവാല ഇടപാട് നടത്തുക, ഇതൊക്കെ എന്ന് പറഞ്ഞ രാജ്യദ്രോഹപരമായ കുറ്റങ്ങളാണ്. അപ്പൊ അത് നിങ്ങളുടെ ഒപ്പം ഇരുന്ന് സമയം ചെലവഴിക്കുന്ന ഒരു നടനെതിരെ നിങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും ആധികാരികത വേണം. ഞാൻ എത്ര രൂപ ആ സിനിമയ്ക്ക് വാങ്ങിയിട്ടുണ്ട്? ധ്യാൻ ശ്രീനിവാസൻ ആ സിനിമയ്ക്ക് 10 ലക്ഷം രൂപയെ വാങ്ങിയിട്ടുള്ളൂ, 25 ലക്ഷം വാങ്ങിയിട്ടുണ്ടോ, 50 ലക്ഷം വാങ്ങിയിട്ടുണ്ടോ? ഈ വാങ്ങിച്ചതിൽ എത്ര രൂപ അക്കൗണ്ടിൽ വാങ്ങിയതിൽ അദ്ദേഹം GST അടച്ചിട്ടുണ്ടോ, IT റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടോ, ബാക്കി ലിക്വിഡായിട്ടുള്ളത് വാങ്ങിയിട്ടുണ്ടോ? ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് വളരെ മോശം ഒരു ആരോപണം ഉന്നയിച്ചിട്ട് പിന്നെ പറയുന്ന ഭാഗം ശരിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അപ്പൊ നമ്മള് ഒരു ആരോപണമൊക്കെ ഉന്നയിക്കുന്നത് നല്ലതാണ്, പക്ഷെ ആധികാരികത വേണം, അതിനെ സാധൂകരിക്കാനുള്ള ബോധം ഉണ്ടാവണം. അതുകൊണ്ട് കള്ളപ്പണം എങ്ങനെ സിനിമയിൽ വെളുപ്പിക്കാമെന്നുള്ളത് നിങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളൊരു വീഡിയോ ചെയ്ത് കൃത്യമായിട്ട് ഇടുക. ഏത് രീതിയിലാണ് മലയാള സിനിമയിൽ കള്ളപ്പണം വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് പറയുമ്പോൾ ജനത്തിന് മനസ്സിലാവും ഏത് വഴിയിലൂടെയാണ് സിനിമയിൽ കള്ളപ്പണം വെളുപ്പിക്കപ്പെടുന്നതെന്ന്. എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാനും ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഉന്നയിച്ച കാരണം ചില പടങ്ങൾ റിലീസ് ആകുമ്പോൾ മനസ്സിലാവും, തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ടെക്നിക്കലി അല്ലെങ്കിൽ കഥാപരമായിട്ട് ഇതിൽ യാതൊരു ഒന്നും ഇല്ലാന്ന രീതിയിൽ മനസ്സിലാക്കുന്നത് എന്തിനാണ് ഈ പടം ഇറക്കിയെന്ന രീതിയിൽ ഓരോ പടങ്ങൾ ഇറക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ രീതിയിലുള്ള ഞാൻ കേൾക്കണം അല്ല ആ രീതിയിൽ പടം ഇറക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ പടങ്ങൾ വരുന്നത് അല്ലെങ്കിൽ പടങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ. നീ എപ്പോഴെങ്കിലും സിനിമയ്ക്ക് പിന്നാലെ നടന്നിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും നടന്നിട്ടുണ്ടോ? നടക്കുമ്പം എല്ലാവരുടെയും ലക്ഷ്യം താൻ ചെയ്യുന്ന പ്രോഡക്റ്റ് സക്സസ് ആക്കി എടുക്കുക എന്നുള്ളതല്ല, എങ്ങനെങ്കിലും കയറി പറ്റുക എന്നുള്ളതാണ്. നിങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്നത് നിങ്ങൾക്ക് സൂപ്പർ സ്റ്റാർ ആവണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, ഒരു ഡയലോഗ് പറയാനുള്ള അവസരം ലഭിക്കണമെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒന്ന് മുഖം കാണിക്കണമെന്നുള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് സിനിമയ്ക്ക് പിന്നാലെ നടക്കുന്ന ഒരു നിർമ്മാതാവിന്റെ ആദ്യത്തെ ചിന്ത.
ഇപ്പൊ ഈ ഞാൻ ഉദാഹരണം പറയാം, ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് ഒരു നിർമ്മാതാവ് വന്ന് എന്നോടൊരു കഥ പറഞ്ഞു, വളരെ മോശം കഥ, വളരെ മോശം കഥ. അപ്പൊ ഞാൻ പുള്ളിയോട് തന്നെ പറഞ്ഞു, ചേട്ടാ ഇതൊന്നും ഒരിക്കലും സിനിമ ചെയ്യരുത്. അതേ ആൾ സിനിമ ചെയ്യാൻ നടക്കുകയാണ്, ധ്യാൻ്റെ അടുത്ത് പോയി കഥ പറഞ്ഞെന്നും ധ്യാന് കാശ് കൊടുത്തെന്നും പറഞ്ഞു. ധ്യാനെ സംബന്ധിച്ച് ധ്യാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അയാൾ സിനിമയിൽ അഭിനയിക്കുന്നത്, ജോലി ചെയ്യുന്നത്, അയാളുടെ ജോലിയാണ് സിനിമ. ഇപ്പൊ നിങ്ങൾ ടെക്നോ പാർക്കിൽ ജോലി എടുക്കുന്നു, അല്ലെങ്കിൽ ഇൻഫോ പാർക്കിൽ ജോലി എടുക്കുന്നു, സർക്കാർ ജോലി എടുക്കുന്നു, നിങ്ങൾ മാസാമാസം ഓരോ മാസവും എന്ത് ചെയ്തു എന്നുള്ള ഇതില്ലല്ലോ. സിനിമ വേണമെങ്കിൽ തിയേറ്ററിൽ ആൾക്കാർ കാണുക, കാണാതിരിക്കുക. അയാളുടെ സിനിമയിൽ അഭിനയിക്കുന്ന അയാൾ പോകുന്നു, അയാൾ വീട്ടിൽ 6 മാസം വെറുതെ ഇരുന്നിട്ട് വരുമാനം ഇല്ലാതിരിക്കുകയും അയാൾ മികച്ച കഥ കിട്ടിയാലേ സിനിമ ചെയ്യത്തോളം എന്ന് പറഞ്ഞിരുന്നിട്ട് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള സാമ്പത്തിക ബാധ്യതകൾ ആരേറ്റെടുക്കും. അപ്പൊ ഇതൊക്കെ ഓരോരുത്തർ ചോയ്സ് ആണ്. പിന്നെ 2, ഒരിക്കലും ഒരു കഥ കേട്ടാൽ ഒരു ലോകത്ത് ഒരാൾക്കും അത് ഒരു വിജയിക്കുന്ന സിനിമയാണോ മോശമാണോ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ എന്റെ മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ലാലേട്ടന്റെ അടുത്ത് പോയിട്ട് സ്ഫടികത്തിന്റെ കഥ പറഞ്ഞാലും, ദേവാസുരത്തിന്റെ അല്ല ആനന്ദപുരന്റെ കഥ പറഞ്ഞാൽ, അല്ല ക്ഷമിക്കണം ഞാൻ എന്താ പറയുന്നത്, കിരീടം, സ്ഫടികം, നരസിംഹം, 3ന്റെയും കഥ പറഞ്ഞു കഴിഞ്ഞാൽ കഥയുടെ സ്വഭാവം ഒന്നാണ്. ഇപ്പൊ ലാലേട്ടൻ തന്നെ പറയത്തില്ല ഇത് ഒരേപോലത്തെ കഥയല്ലേ എന്ന് പറയുന്നില്ലേ. ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസും നമ്മുടെ അയ്യപ്പനും കോശി, 2ന്റെയും ബേസ് ത്രെഡ് ഒന്നാണ്. 2ലും ഈഗോയിസ്റ്റിക് ആയിട്ട് 2 പേരുടെ ഈഗോയിൽ നിന്നാണ് ആ സിനിമ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പം കഥ കേട്ടാൽ ആർക്കും അങ്ങനെ വിജയിപ്പിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. സിനിമ വിജയിക്കുന്നത് എല്ലാവരും എങ്ങനെയൊക്കെയോ ചേർന്ന് പരിശ്രമിച്ച്, അതാണ് പലപ്പോഴും പറയുന്നത്, ലാലേട്ടൻ പറഞ്ഞ ഒരു മേക്ക് ബിലീഫാണ് സിനിമ എന്ന് പറയുന്നത് ആണ്. അപ്പൊ ധ്യാന്റെ അടുത്തൊന്ന് പറഞ്ഞ കഥ അടിപൊളിയായിരിക്കും. അപ്പൊ ആവേശം എന്ന് പറയുന്ന സിനിമ നിങ്ങളെടുത്ത് വിടാൻ കഥ നിങ്ങളൊന്ന് പറഞ്ഞു, കഥയായിട്ട് പറഞ്ഞാൽ എന്താണ് അതിന് ഇത്ര പുതുമയുള്ളത്? കഥ ഒരു 1 ലൈൻ സ്റ്റോറി പറഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു പുതുമയില്ല. അതിന്റെ ഒരു ടോട്ടാലിറ്റിയിൽ കിട്ടുന്ന ഒരു ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് ആസ്വാദനം തിയേറ്ററിൽ കിട്ടുന്നു, നിങ്ങൾ കാണുന്നു, വിജയിപ്പിക്കുന്നു, പോകുന്നു. അല്ലാണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ഒരു കഥ കേട്ടിട്ട് ലോകത്ത് ഒരാൾക്കും. മമ്മൂക്ക ഒരിക്കൽ ഉദയേട്ടനോട് പറഞ്ഞത്, എന്നാ ഉദയേട്ടൻ എന്റെ അടുത്തിരിക്കുന്ന സമയത്ത് മമ്മൂക്ക സംസാരിക്കുക ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. ഉദയകൃഷ്ണയുടെ സിനിമകൾ പരാജയപ്പെട്ടപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ധാരാളം ട്രോളുകൾ കിട്ടേണ്ടി വന്ന സമയത്ത് ഒരു പുതിയ സിനിമ എടുക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് മമ്മൂക്ക സംസാരിച്ചു. അപ്പൊ ഉദയേട്ടൻ പറഞ്ഞു, ഇതേക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിൽക്കുകയല്ലേ, മോശം സിനിമകൾ സംഭവിച്ചു, അപ്പൊ പുള്ളി മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടില്ല, അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ സമയത്ത് മമ്മൂക്ക ഉദയേട്ടനോട് പറഞ്ഞത്, സക്സസിന്റെ ഫോർമുല ഉദയൻ അറിയാമോ? സക്സസിന്റെ ഫോർമുല ഉദയൻ അറിയാമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നമുക്ക് പരാജയ ചിത്രങ്ങൾ ഉണ്ടാവുമായിരുന്നു എന്നുള്ളതാണ്. ഈ സക്സസിന്റെ ഫോർമുല നമുക്കാർക്കും അറിയില്ല, ലോകത്ത് ആർക്കും അറിയില്ല. ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച ക്രാഫ്റ്റ്മാന്റെ അവസാനത്തെ സിനിമ അദ്ദേഹത്തിന് ഒരുപാട് ട്രോൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇത് നിങ്ങളിപ്പം ഞാൻ പറഞ്ഞത് കേവലം ഒരു ധ്യാന്റെ മുഖത്ത് വേണ്ടി ഇങ്ങനെ ചോദിക്കാന്നുള്ളതല്ല, സിനിമ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കുക. പലരും അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെങ്കിലും കയറി പറ്റാൻ വേണ്ടി നടക്കുന്നൊരു മേഖല. മോശമാണ്, ജീവിതം നശിക്കും. എന്റെ അടുത്ത് ഈ അടുത്ത സമയത്ത്, ഞാൻ ആ നടന്റെ പേരൊന്നും പറയുന്നില്ല, ബുദ്ധിമുട്ട് കാരണം ഊബർ ഓടിക്കണം എന്ന് പറഞ്ഞ കാര്യം, മറ്റൊരു ജോലിക്ക് പോകാൻ പറ്റില്ലെന്നും അതുകൊണ്ട് ഊബർ ഓടിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 70ലധികം സിനിമകളിൽ അഭിനയിച്ചൊരു നടൻ എന്നോട് ഇങ്ങനൊരു കാര്യം സംസാരിച്ചു. അപ്പൊ ഈ ഒരു അവസ്ഥയാണ് മലയാള സിനിമയിലെ നടീനടന്മാർക്ക്. അപ്പൊ അവർക്ക് സർവൈവ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ പോയി ചോദിക്കുന്നത്, ഇയാൾ എന്താ ഉണ്ടാക്കാനാണ് ഈ പടത്തിൽ പോയി അഭിനയിച്ചത്? എണ്ണിയെടുക്കുന്ന 10, 20, 30 ആൾക്കാർക്ക് മാത്രം സർവൈവ് ചെയ്ത് പറ്റുന്ന ഒരു മേഖലയിൽ ബാക്കിയുള്ളവരൊക്കെ ജീവിച്ചു പോകണമെന്നേ. നിങ്ങൾ ജീവിക്കുന്നില്ല, നിങ്ങൾ സിനിമാക്കാരെ കൊണ്ടല്ലേ ജീവിക്കുന്നത്. നിങ്ങൾ എത്ര ഇങ്ങനെ പെറ്റി വരുന്നത് ഒരു ആൾക്കാരുടെ എണ്ണം കൊടുക്കുന്നത്? അത് ചോദിച്ചോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സാമൂഹിക സമൂഹത്തോട് വല്ല ബാധ്യതയുണ്ടോ? എല്ലാവർക്കും വേണം. മുഖ്യമന്ത്രി ചോദിച്ചാൽ കുറച്ചുകൂടെ നല്ലത്.